PDT ആചാരി, ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കുമെന്നറിയാം, അല്ലെങ്കിൽ അല്പസമയത്തിനകം സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടി വരും. സമവായത്തിനില്ല എന്ന് ഭരണപക്ഷം വ്യക്തമാക്കിയതോടുകൂടി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം എപ്പോഴാണ് സർ തുടങ്ങിയത്? അതായത് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് നൽകുന്ന അത് ലംഘിക്കുന്നത് കഴിഞ്ഞ 2 ലോക്സഭയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ലംഘിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, സ്പീക്കറുടെ ഇലക്ഷൻ കഴിഞ്ഞാണല്ലോ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇലക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം തീരുമാനിക്കാൻ ഇനി സമയം കിടക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച, 2 ആഴ്ച, ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇലക്ഷൻ നടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനുള്ളൊരു സമയമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി സ്പീക്കറുടെ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ റൂളിംഗ് പാർട്ടി, അതായത് ഈ റൂളിംഗ് അലയൻസ്, ഇപ്പോഴത്തെ ഈ BJP കൺട്രോൾഡ് ആയിട്ടുള്ള പാർട്ടി ഗവൺമെന്റിന്റെ ഒരു നിലപാട് എന്താണെന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ. അവര് സ്പീക്കറുടെ കാര്യം നാച്ചുറലി സ്പീക്കറുടെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തില്ല. അങ്ങനെ റൂളിംഗ് പാർട്ടി സാധാരണഗതിയിൽ എപ്പോഴും സ്പീക്കറുടെ പോസ്റ്റ് അവർ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുടെ പോസ്റ്റ് അവർ പ്രതിപക്ഷത്തിന് കൊടുക്കുക. പ്രതിപക്ഷത്ത് പല ആളുകളുണ്ട്. അപ്പൊ അതില് ഒരു കാലത്ത് ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ പോസ്റ്റ് അവർ കൊടുത്തിരുന്നത് ഗവൺമെന്റിനോട് താല്പര്യമുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടി കൊടുത്തിരുന്നു ഒരു കാലം. അപ്പൊ അത് അങ്ങനെയാണ് പലപ്പോഴും പല രീതിയിലാണ് അത് നടന്നിട്ടുള്ളത്. അല്ല, പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് കൊടുക്കണം അങ്ങനെ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത PDT ആചാര്യ, കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷത്തിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ്, ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ്. കൊടിക്കുന്നിൽ സുരേഷ് പ്രോട്ടൈം സ്പീക്കർ ആകേണ്ടിയിരുന്ന ആളാണല്ലോ. 8 തവണ അദ്ദേഹം ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മറികടന്നുകൊണ്ടാണ് BJP പ്രോട്ടൈം സ്പീക്കറെ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു പ്രതീകാത്മക പോരാട്ടമായിട്ട് കാണേണ്ടതുണ്ടോ? അത് അങ്ങനെ കാണാവും. അവര് പ്രതിപക്ഷം ഭരണകക്ഷിക്കാണല്ലോ ഭൂരിപക്ഷം ഉള്ളത്. ഭൂരിപക്ഷം അനുസരിച്ച് അവര് അത് പാസ്സാക്കി എടുക്കുമല്ലോ. മോഷനാണ്, പ്രമേയമാണ്. ആ പ്രമേയം ഇട്ട് ഇനിയിപ്പോ വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഭൂരിപക്ഷം അങ്ങനെ ശൈലല്ലേ, കാരണം സ്പീക്കറായിരിക്കും ജയിക്കുക. പക്ഷെ കണ്ടസ്റ്റ് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡെമോക്രസിയിൽ അത് സ്വീകാര്യമാണല്ലോ. പല പ്രാവശ്യം കണ്ടസ്റ്റ് നടന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. ഇതിപ്പോ ഒരു പ്രമേയമായി അവതരിപ്പിക്കുമ്പോൾ പ്രമേയത്തിനോ ഒപ്പം നിൽക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുകയാണോ ചെയ്യുക? എന്ന് വെച്ചാൽ പരസ്യ വോട്ടാണോ? അത് പ്രമേയം വോട്ടിനിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ആദ്യം വോയിസ് വോട്ട് നടത്തും. പക്ഷെ അവര് ആരെങ്കിലും അത് ഡിവിഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് തന്നെ, അതിന്റെ വോട്ട് ഇലക്ട്രോണിക് വോട്ട് തന്നെ, വോട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് വോട്ട് നടത്തും അതില്. അങ്ങനെയാണ്. അല്ലെങ്കിൽ കൺസെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ പെട്ടെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ വോയിസ് വോട്ടിൽ തീരുമാനിക്കും. ഇതിപ്പം ഓപ്പോസിഷന്റെ ഒരു കാൻഡിഡേറ്റ് കൂടെ ഉണ്ടെങ്കിൽ നാച്ചുറലി അവര് ഡിവിഷൻ ആവശ്യപ്പെടുകയും വോട്ട് നടത്തുകയും ചെയ്യും. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും എത്ര വോട്ടുകൾ കിട്ടി എന്നുള്ളത് പരസ്യമായി എണ്ണുകയാണോ ചെയ്യുക, അതോ അവർക്ക്? ഇല്ല, അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. അതായത് ഇതിപ്പോ അതിന്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. അതായത് ഇപ്പോ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള സ്പീക്കറുടെ അതിന്റെ പ്രമേയ നോട്ടീസ് കൊടുക്കുക. ഇന്ന ആളിനെ സ്പീക്കറാക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം. അപ്പൊ അതൊരു മോഷനാണ്. ആ നോട്ടീസ് സ്പീക്കറായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷത്തിന്റെ സൈഡിൽ നിന്നും ഇന്ന ആളിനെ സ്പീക്കറാക്കണം എന്ന് പറഞ്ഞൊരു മോഷൻ കൊടുക്കുന്നു എന്ന് വെച്ചോ. അങ്ങനെ 2 മോഷൻസ് ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചിട്ട് സ്പീക്കർ ഈ മോഷൻസ് എല്ലാം റൂൾ അനുസരിച്ച് ശരിയാണ് ഈ 2 മോഷൻസും എന്ന് കാണുകയും സഭ കൂടുമ്പോൾ ഒന്നിന് ഓരോ മോഷനും സഭയുടെ മുമ്പിൽ വയ്ക്കും. അപ്പോൾ ആദ്യം സ്പീക്കർ വയ്ക്കാൻ പോകുന്നത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രമേയമാണ്, മോഷനാണ്. മോഷൻ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. ഈ പ്രമേയമാണ് വയ്ക്കുന്നത്. ആ പ്രമേയം വോട്ടിനിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രമേയം വെക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. കാരണം മെജോറിറ്റി അനുസരിച്ച് സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മോഷന് പ്രസക്തിയായില്ല, അത് ഇടണ്ടെന്നാണ്. അതിന്റെ ആവശ്യമില്ല.
അതാണ്. കാരണം ആദ്യത്തെ മോഷൻ തന്നെ 4 and against വന്നില്ലയോ, ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടുപേർക്കും അതിനകത്ത് വോട്ട് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഭൂരിപക്ഷം സ്പീക്കറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു മോഷൻ പ്രതിപക്ഷത്തു നിന്ന് വന്നിരിക്കുന്ന മോഷൻ ഇടേണ്ട കാര്യമേ ഇല്ല. അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യത്തിലുണ്ടാവും. അതെ അതെ അതെ, ഒരു മോഷൻ മാത്രമേ ഇടാറുള്ളൂ സാധാരണ. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരികെ പോകണം. സാധാരണഗതിയിൽ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ അടുത്തേക്ക് സമവായ നീക്കവുമായി വരും. ആ സമവായം ഉണ്ടാകണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് കോൺഗ്രസും ഇന്ത്യ ബ്ലോക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഡെപ്യൂട്ടി, അത് പക്ഷേ ഇപ്പോൾ നടക്കണമെന്നില്ല, 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ സമവായം ഉറപ്പുവരുത്തിയാലല്ലേ സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണപക്ഷത്തെ അനുകൂലിക്കണോ എന്ന് പ്രതിപക്ഷം തീരുമാനിക്കാനാവൂ. ആ സമയം തന്നെ, അതായത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സാധാരണഗതിയിൽ സമവായം ഉണ്ടാകാറുണ്ടോ അക്കാര്യത്തിൽ? ഇല്ല, ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഭരണകക്ഷി പറയുകയാണ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, നമുക്കൊരു ധാരണയിലെത്താം, ഇപ്പോ ഈ സമയത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അങ്ങനെ ഒരു കാര്യം വരാമല്ലോ. അങ്ങനെ ഒരു സമവായം ഡെപ്യൂട്ടി സ്പീക്കറുടെ പോസ്റ്റ് ഞങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്പീക്കറെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വേണ്ട. സ്പീക്കറുടെ പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത്, അതാണ് സ്പീക്കറെയാണ് എലക്ട് ചെയ്തത്. ഡെപ്യൂട്ടി സ്പീക്കറെ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് എലക്ട് ചെയ്യാം, അതിനിടയ്ക്ക് സമയമുണ്ടല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ എന്തോ ഓപ്പോസിഷൻ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷെ ആ നിലയിൽ വിട്ടുവീഴ്ചക്ക് പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് അതിനെ എതിർക്കാം. ഇതിലെ മോഷൻ ഒരു പ്രത്യേക ആളിനെ സജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പോർഷൻ വരുമ്പോൾ അതിനെ എതിർക്കാമല്ലോ അവർക്ക്. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഒരു ഘടകകക്ഷിക്ക് നൽകാനാണ് സാധ്യത നിലവിൽ. അത് അവരുടെ ഘടകകക്ഷിക്കായിരിക്കും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ. അതായത് പ്രതിപക്ഷത്തിന്റെ ഘടകകക്ഷിക്കല്ല കൊടുക്കുന്നത്. അതും വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും ഒരു പ്രത്യേക റൂളും ഒന്നും ഇല്ലല്ലോ, ആരെ ആക്കണമെന്നൊക്കെ. സഭയാണല്ലോ തീരുമാനിക്കുന്നത്, സഭയാണ്. അപ്പൊ സഭയ്ക്ക് കട്ടന് പുറകിൽ നടക്കുന്ന ചില ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ ഇപ്പൊ ഈ നടക്കുന്നത്. ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നടത്തിയിട്ടില്ല, 14 ലോക്സഭയിൽ നടത്തിയിട്ടില്ല. അങ്ങനെ നമുക്കൊരു ഒരു പദവി അത് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനൊക്കെ കഴിയുമോ? ഇല്ല, അത് ഇവർ നടത്തിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വാസ്തവത്തില് ആർട്ടിക്കിൾ 93 അനുസരിച്ച്, ആർട്ടിക്കിൾ 93 കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 93 അനുസരിച്ച് ദി ഹൗസ് ഷാൽ എലക്ട് 2 persons, 2 ഓഫീസ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൗസ് ഷാൽ എലക്ട് ദ സ്പീക്കർ ആൻഡ് thereafter the deputy speaker എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദ ഹൗസ് ഷാൽ എലക്ട് 2 ഓഫീസ് മെമ്പേഴ്സ് ആസ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ റെസ്പെക്റ്റീവ്ലി, അങ്ങനെ പറയുന്നത്. അപ്പൊ രണ്ടുപേരെയും ഒരുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലാണല്ലോ അങ്ങനെ ആ ഒരു ആർട്ടിക്കിൾ 93 എഴുതിയിരിക്കുന്നത്, ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അത് ഭരണഘടനാ ലംഘനമല്ലേ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്നത്? അതിന്റെ ഒരു വേർഡിങ് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഹൗസ് ഷാൽ എലക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷാലാണ്, മാൻഡേറ്ററി ആണത്. അപ്പൊ സഭ മാൻഡേറ്ററി ആയിട്ട് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുത്തിരിക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. പക്ഷെ അവരത് ചെയ്തില്ല. ഇപ്പൊ അതിനിപ്പം പകരം ആരെങ്കിലും കോടതി പോകാൻ പറ്റും? ഭരണഘടന അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുക്കേണ്ട സഭയാണ് തെരഞ്ഞെടുക്കേണ്ടത്, അല്ല ഗവൺമെന്റ് അല്ല. അപ്പൊ സഭ തെരഞ്ഞെടുക്കാത്തെന്ന് പറഞ്ഞാൽ സ്പീക്കർ ആണ് അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. സ്പീക്കർ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല, അതുകൊണ്ട് സഭ നടത്തിയില്ല. ഭരണഘടനയുടെ വ്യാഖ്യാനം നൽകേണ്ടത് കോടതിയല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും അത് സഭ ലംഘിച്ചാലും അത് കോടതിക്ക് പരിഗണിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ശരിയാണ്, അത് ആളുകൾക്ക് അത് ട്രൈ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ വാസ്തവത്തിൽ ഈ പ്രതിപക്ഷ ഈ സഭയിൽ ഏതെങ്കിലും പ്രതിപക്ഷ മെമ്പർക്ക് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന് സ്പീക്കറോട് അഭ്യർത്ഥിക്കാം ഇത് ഡേറ്റ് ഫിക്സ് ചെയ്യാനോ. സ്പീക്കറാണ് ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അല്ല, അതിനകത്ത് ഗവൺമെന്റിന്റെ യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. സ്പീക്കർ ഷാൽ ഫിക്സ് ദ ഡേറ്റ് ഫോർ ദി ഇലക്ഷൻ ഓഫ് ദി ഡെപ്യൂട്ടി സ്പീക്കർ എന്നാണ്. അപ്പൊ പിന്നെ സ്പീക്കർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നില്ലെങ്കിൽ സ്പീക്കർ ചെയ്യണം എന്നും പറഞ്ഞ് അഭ്യർത്ഥിച്ചുകൊണ്ട് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണമെങ്കിൽ സഭയ്ക്ക് മുമ്പാകെ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇതൊന്നും ആളുകൾ ഈ റൂൾസിന്റെയും റെഗുലേഷൻസിന്റെയും ഒന്നും ഉള്ളിലേക്ക് ആരും കടന്നു പോകുന്നില്ല. അങ്ങനെയാണ് വരുന്നത്. പല ആളുകളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ
ഇതിന്റെ ഒന്നും ഒരു ഡെപ്തിലേക്ക് അവർ പോകാറില്ല. കാരണം അതിന്റെ പോസിബിലിറ്റീസ്, ഇപ്പോൾ ഒരു റൂള് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളിന്റെ അതിന്റെ പോസിബിലിറ്റീസിലേക്ക് ആരും കടന്നു പോകുന്നില്ല. അങ്ങനത്തെ പ്രശ്നം കൂടെ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ പ്രത്യേകിച്ച് ഒരുപക്ഷെ ഒരു മരവിപ്പായിരുന്നു പ്രതിപക്ഷത്തിന്. അതെ, പക്ഷെ ആ രീതിയിൽ പോകാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോഴേ. ഇനിയിപ്പോൾ അവർ ഡെപ്യൂട്ടി സ്പീക്കർ കൊടുത്തേ പറ്റുള്ളൂ. ഡെപ്യൂട്ടി സ്പീക്കർ എലക്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ ഒരുപക്ഷെ അവരുടെ തന്നെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്കാണെങ്കിലോ അങ്ങനെ ആകാറുണ്ട്. നന്ദി ശ്രീ പി. ഡി. ടി. ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ.